മനുഷ്യ സ്വർഗത്തിൽ പോകാൻ വേറെ വലിയ അമലൊന്നും വേണ്ട, സ്വർഗത്തിൽ പോകാൻ വലിയ അമലൊന്നും വേണ്ട. ചാവാൻ കിടന്ന ഒരു പട്ടിക്ക് വൃത്തികെട്ട ഒരു പെണ്ണ് കുടിക്കാൻ അല്പം വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരിയായ ഒരു പെണ്ണ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്ന ഒരു നായ്ക്ക് ഇത്തിരി വെള്ളം കൊടുത്തപ്പോഴാണ് സ്വർഗത്തിൽ പോയ. പള്ളിക്ക് സ്വർഗത്തിൽ പോകാനുള്ള 2 എളുപ്പവഴി പറഞ്ഞുതരാം. സ്വർഗത്തിൽ പോകാനുള്ള 2 എളുപ്പവഴി പറഞ്ഞുതരട്ടെ. ഒന്ന് പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയുണ്ടല്ലോ, പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്ത് വെളിയിൽ കളഞ്ഞാൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിക്കകത്ത് പൊടി കണ്ട ഇത് മോദി സാഹിബിനുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? പള്ളിക്കകത്ത് പൊടി കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് എടുത്ത് കളയണം. കാരണം എന്താ? അവന് പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമെന്നാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വഴി കിടക്കുന്ന കല്ലുകളൊക്കെ എടുത്ത് മാറ്റി ജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന് അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബറക്കത്ത് വേണമെന്നുള്ളൊരു പെട്ടെന്ന് കൈവക്കി. ചിലര് പൊക്കത്തില്ല, കാരണം ബറക്കത്ത് എന്താന്ന് വാപ്പയ്ക്ക് അറിയില്ല. അതന്നെ വെക്കാത്ത. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് ശേഷം ഉറങ്ങല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ ഉറങ്ങരുത്? സുബഹിക്ക് ശേഷം സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ വീടിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോ ഉറങ്ങാൻ പാടില്ല? ഇവിടെ സുബഹിക്ക് തന്നെ എഴുന്നേൽക്കുന്നില്ല, പിന്നല്ലേ സുബഹിക്ക് ശേഷം? സുബഹിക്ക് ശേഷം എന്ത് ബറക്കത്തില്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ബറക്കപ്പർ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ബറക്കത്ത് ഉണ്ടാകാനുള്ള ചില വഴികളുണ്ട്. സമയമുണ്ടെങ്കിൽ അവസാനം പറയാം, നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് വല്ലാത്ത മോഹമാണ്, വല്ലാത്ത കൊതിയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ചിലർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ, ചില ആൾക്കാരുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവര് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ ചാരത്ത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്ത പടച്ചവനെ, അവരുടെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചിലർക്ക് അതിന് കഴിയില്ല. അവന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആ നഷ്ടവാളി ആരെന്നറിയുമോ? ആ പരാജയപ്പെട്ടവൻ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത 5 വിഭാഗം ആൾക്കാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവനുണ്ടല്ലോ, അവന് സഹാദത്ത് കലിമ പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നമസ്കരിക്കാത്തവന്റെ കാര്യമല്ല, അല്ലാഹുവേ, നമസ്കരിക്കുന്ന മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരുണ്ടല്ലോ, കൃത്യനിഷ്ഠതയില്ലാത്തവരുണ്ടല്ലോ, അലസനെ പോലെ മടിയനെ പോലെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കാത്തവനല്ല, വൈലെന്ന്
വൈലെന്ന് പറയുന്ന പടച്ചുറപ്പിന്റെ നരകം നിസ്കരിക്കുന്നവർക്കുള്ളതാ. എങ്ങനെ നിസ്കരിക്കുന്നവർക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, നമസ്കാരം ഒരു കോമാളിത്തരം പോലെയാണ് ചിലർക്ക്. അവന് വൈലെന്ന് പറയുന്ന നരകമുണ്ടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവേ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവനാണെന്ന് പറയുമ്പോ നിസ്കരിക്കാത്തവന്റെ കാര്യം പറയാനില്ല. എന്തിനാ കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. കൂടിപ്പോയാൽ മരിക്കും, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. മരണത്തെ കുറിച്ചല്ലേ പറയാനേ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എല്ലാവരും മാറിയിരുന്നു അങ്ങോട്ട് നോക്കാം. നിങ്ങൾ എന്തിനാ പേടിക്കണം? ഞാനല്ലേ കരണിന്റെ അടുത്ത് ഇരിക്കണേ. അടിച്ച ആദ്യം എനിക്കല്ലേ അടിക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമസ്കരിക്കാത്തവന്റെ കാര്യമല്ല പറയുന്നത്. അല്ലാഹുവേ, നിസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നമസ്കരിക്കാത്തവന് കാഫിറാണ്. ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ, ഒരൊറ്റ വഖത്ത് നമസ്കാരം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം എന്ന് മുടക്കിയിട്ടുണ്ടോ, അവന് കാഫിറാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ എങ്ങനെയാ വരുന്നതെന്നറിയുമോ? നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് നമസ്കരിക്കാത്തവന് കടന്നു വരുന്നത് പന്നിയുടെ കോലത്തിലാ. പ്രവാചകനവിടെന്ന് പറയുന്നു, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് പന്നിയുടെ രൂപത്തിലാണ് കടന്നു വരുന്നത്. പ്രവാചകൻ മെഹ്റാജിന്റെ രാത്രിയിൽ നോക്കുമ്പോ ഒരു വല്ലാത്ത കാഴ്ച കാണുകയാ. നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മെഹ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒരു വിഭാഗം ജനങ്ങളുടെ തലയുടെ മുകളിലേക്ക് മലക്കുകൾ പാറക്കല്ലെടുത്തിടുകയാണ്. അല്ലാഹുവേ, ഭയാനകമായ പാറക്കല്ലെടുത്തു കൊണ്ടുവന്ന് ചില ചെറുപ്പക്കാരുടെ തലയുടെ മുകളിലേക്ക് ഇടുകയാണ്. പപ്പടം പൊട്ടുന്നത് പോലെ, പൊടിയുന്നത് പോലെ അവന്റെ തലച്ചോറ് വരെ പൊട്ടിച്ചിതറുകയാ. എന്നിട്ട് താഴെ വീണ കല്ല് രണ്ടാമതും മലക്കുകൾ എടുത്തിട്ട് തിരിച്ചു വരുമ്പോ ആ പൊട്ടിയ തല പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നെയും മലക്കുകൾ അവന്റെ തലയിലിടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഈ വൃത്തികെട്ടവരാരാണ് ജിബ്രീലേ? നബിയേ, നിസ്കാരം ഉപേക്ഷിക്കുന്നവരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് വിടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും നിസ്കരിക്കുന്നവരാ. പക്ഷേ നമ്മുടെ നിസ്കാരം ഒരു കളിയാണല്ലോ. നമ്മുടെ നമസ്കാരം പടച്ചവനെ അതൊരു കോമാളിത്തരം പോലെയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കുകയാണ്. ആ മനുഷ്യൻ നമസ്കാരത്തിന്റെ ഇടയിൽ തന്റെ താടിയൊന്ന് നേരെയാക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിക്കുകയാണ്. താടി പിടിച്ച് നേരെയാക്കിയ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേടാ? നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലേ? നമസ്കരിക്കുമ്പോ താടി നേരെയാക്കുന്നല്ലോ. ഈ കണക്കിലാണ് നീ മരിക്കുന്നതെങ്കിൽ നീ എന്റെ സമുദായമായിട്ടാണ് മരിച്ചതെന്ന് കരുതല്ലേ.
എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിൽ താടി നേരെയാക്കിയ ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ഇന്ന് നമ്മുടെ നമസ്കാരം എങ്ങനെയെന്നറിയോ? പടച്ചവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരുപാട് നിസ്കാരം വേണമെന്നില്ല. ഒരു വഖത്ത് നിസ്കാരം മതി നിനക്ക് സ്വർഗം കിട്ടാൻ. ഒരേ ഒരു വഖത്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. അല്ലാഹുവേ, പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുമ്പോ വലതുഭാഗത്തൊരു മലക്ക് കടന്നു വരികയാ, ഇടതുഭാഗത്ത് ശൈത്താനും കടന്നു വരികയാ. എന്നിട്ട് പടച്ചവരെ, ഞാനും നിങ്ങളും നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കഴിയുമ്പോ ശൈത്താൻ അടുത്ത് നിന്നിട്ട് മറന്നുപോയ കാര്യങ്ങൾ മുഴുവനും വദാ പറഞ്ഞു തരികയാണ്. നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ശൈത്താൻ വന്ന് നിന്നിട്ട് പഴയ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു തരികയാണ്, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്നു, മനുഷ്യ, നീ അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത്, നീ അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത്, അവന് പറയുന്നത് അനുസരിക്കല്ലേ. എന്റെ പ്രിയമുള്ളവരെ, മലക്ക് നമ്മളോട് പറഞ്ഞു തരികയാ, അല്ലാഹുവേ, നമസ്കാരത്തിന്റെ സമയത്ത് സുജൂദ് ദീർഘിപ്പിക്കണമെന്നാണ്, ഒരുപാട് നേരം സുജൂദ് ചെയ്യണമെന്നാ. കാരണം എന്തെന്നറിയുമോ? പാവങ്ങൾ മുഴുവനും തലയുടെ മുകളിലേക്ക് വരികയാണ്. ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുമ്പോ അവൻ ചെയ്ത പാവങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിൽ വരും. എന്നിട്ടതാ പാപങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടക്കുമ്പോ അവന്റെ തലയിൽ നിന്ന് ഇങ്ങനെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുകയാ. നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവേ, ശൈത്താൻ പറഞ്ഞതനുസരിച്ച മനുഷ്യനോട് മലക്ക് പറയുന്നു, എടാ പരാജയപ്പെട്ടവനെ, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് അല്ലാഹു സ്വർഗം തരുമായിരുന്നു. നീ നരകവാസിയായി പോയല്ലോ. പടച്ചവനെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് 2 റക്അത്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറുകയാണ്. സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. മലക്കുകൾ പറയുന്നു, നീ എത്ര വലിയ ഭാഗ്യവാനാ, നീ സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ, നിനക്ക് സ്വർഗമുണ്ടല്ലോ. സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, 2 റക്അത്ത് നിസ്കാരം മതി മോനെ, ഒരു വഖത്ത് നിസ്കാരം മതി, പടച്ച റബ്ബിന്റെ സ്വർഗം നിനക്ക് കിട്ടാ. എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഉർവ റളിയല്ലാഹു തആല അൻഹു. തന്റെ വിരൽ പഴുക്കുകയാണ്, തന്റെ കാലിന്റെ വിരലിൽ പഴുപ്പായി. വൈദ്യന്മാര് പറഞ്ഞു, വിരൽ മുറിച്ച് കളയണം, അല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും. ഉർവതങ്ങൾ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം. ഉർവതങ്ങൾ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം. അല്ലാഹുവേ, കാലിന്റെ വിരലിൽ നിന്ന് പഴുപ്പ് കയറി കാൽപത്തി മുഴുവനും പഴുപ്പായി. അപ്പോഴും വൈദ്യന്മാര് പറഞ്ഞ്, കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അതാ കാലിന്റെ മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. ഉർവതങ്ങൾ സമ്മതിച്ചില്ല. അവസാനം തന്റെ കാലിന്റെ അതാ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പിങ്ങ മുകളിലേക്ക് കയറുമ്പോ അവസാനം ഉർവതങ്ങളോട് റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ, കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്നനുസരിക്ക്. അവസാനം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാര് ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവരികയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ, ഈ കള്ള് കുടിക്കണം. അല്ലാഹുവേ, അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഉർവതങ്ങൾ പറഞ്ഞു, ഞാൻ കുടിക്കൂല. ഇത് കുടിച്ചാലേ കാല് മുറിക്കാൻ പറ്റൂ. വേദന അറിയാതിരിക്കണമെങ്കിൽ ഇത് കുടിക്കണമല്ലോ, വേദന അറിയാതിരിക്കണമെങ്കിൽ ഇത് കുടിക്കണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്.
അതിന് നിങ്ങൾ എന്നെ കൊണ്ട് കള്ളു കുടിപ്പിക്കണ്ട. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തന്നെന്നറിയോ, ഞാനൊന്ന് വുദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ വുദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ആ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉമർ റളിയല്ലാഹു തആല അൻഹു വുദുവെടുത്തു. അവിടുന്ന് നിസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ അതാ വജ്ജഹത്ത് ബോധി കൈകെട്ടിയതാ വജ്ജഹത്ത് ബോധി അവിടുന്ന് ഫാത്തിഹ ബോധി സൂറത്ത് തുടങ്ങുമ്പോ വൈദ്യന്മാര് കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ, അല്ലാഹുവേ മയക്കാതെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പച്ചയായ ഒരു മനുഷ്യന്റെ കാല് മുറിക്കുകയാണ്. അല്ലാഹുവേ ഉറുവതങ്ങൾ അറിഞ്ഞില്ല. ഞാനും നിങ്ങളും ഒരു കൊതുവ് കടിച്ചാ തിരിച്ചറിയുമല്ലോ. അല്ലാഹുവേ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലവരങ്ങ് വെട്ടിമുറിച്ചു. പടച്ചവനെ തങ്ങൾ അറിഞ്ഞില്ല. കാലിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. ബ്ലഡ് നിൽക്കാതെ ഇങ്ങനെ ഒലിക്കുമ്പോ സൈതന്നെ തിളപ്പിച്ചിട്ട് ചോര നിൽക്കുന്നതിന് വേണ്ടി രക്തം നിൽക്കുന്നതിന് വേണ്ടി എന്ന് ചെയ്തിരുന്നത് അല്ലാഹുവേ സൈതന്നെ തിളപ്പിച്ചിട്ട് മുക്കുകയാ. തിളച്ച എണ്ണ തന്റെ മുറിച്ച കാലിലേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞങ്ങ് വീഴുകയാ. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ, വൈദ്യന്മാര് മുഴുവനും ഇങ്ങനെ അതാ അവിടുന്ന് ബോധം തിരിച്ചു വരുന്ന സമയത്ത് കാല് മുറിച്ചു മാറ്റി എന്ന് പറയാൻ വേണ്ടി എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയോ? അല്ലാഹുവേ, തന്റെ മക്കളിൽ അവസാനത്തെ ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകം ചവിട്ടികെട്ട് മരിക്കുകയാ. അല്ലാഹുവേ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് തന്റെ ചെറിയ മകനങ്ങ് മരണപ്പെട്ടു. ഉറുവതങ്ങളെ ബോധം കെട്ട് കിടക്കുകയാണ്. ബോധം തിരിച്ചു വരുമ്പോ ആദ്യം എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ ചെറിയ മകനതാ മരിച്ചെന്ന് പറയണോ? കാല് മുറിച്ചു മാറ്റിയ കാര്യം പറയണോ? വൈദ്യന്മാര് എല്ലാവരും ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു തനിക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. അവിടുന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. രണ്ടാമതായി പറഞ്ഞു, തങ്ങള് നിങ്ങളുടെ ചെറിയ മകനും മരണപ്പെട്ടു പോയി തങ്ങള്. അപ്പോഴും പറഞ്ഞു, ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതത്തോടെ ചോദിച്ചു, കാല് മുറിച്ചു മാറ്റിയിട്ടും അൽഹംദുലില്ലാഹ് പറഞ്ഞതെന്താ? അവിടുന്ന് പറഞ്ഞു, അല്ലാഹു എനിക്ക് 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ എടുത്തു മാറ്റിയല്ലോ, ഒരു കാല് പടച്ച റബ്ബ് എനിക്ക് നൽകിയല്ലോ. എന്നിട്ട് പറയുന്നു, എന്റെ മക്കളിൽ ഒരാളെയല്ലേ അല്ലാഹു തിരിച്ചു വിളിച്ചുള്ളൂ, എനിക്ക് ബാക്കി മക്കളെ പടച്ചവൻ തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. പടച്ചവരെ, അവിടുന്ന് വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇനി മുതൽ എനിക്ക് ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാഹ്. ഇനി മുതൽ ഒരുപാട് സമയം നിസ്കരിക്കാൻ എനിക്ക് ഒരു കാലല്ലേ ഉള്ളൂ അല്ലാഹുവേ, എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, ചെറുപ്പക്കാരാ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണടാ പൊന്നുമൂര്. നമ്മൾ കാണിക്കുന്ന കോമാളിത്തരമല്ല, ചാടിക്കേറി പള്ളിക്കകത്ത് പോയിട്ട് അല്ലാഹുവിനെ കളിയാക്കല. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിക്കണം. ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ നിസ്കരിച്ചാ നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ, എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, എന്ന് നമ്മളെ നമസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താൻ പോലും നമ്മുടെ നമസ്കാരം കണ്ടിട്ട് ചിരിക്കുകയാ. പടച്ചവനെ, എങ്കിലും ചില ആൾക്കാര് നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താൻ കരയുമെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നല്ലതുപോലെ നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒരു മഹാൻ ഒതുപെടുക്കുന്ന സമയത്ത് കരയുകയോ. പറയുന്നുണ്ട്, ഒതുപെടുക്കുന്ന സമയത്തെ കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, നിറമങ്ങ് മാറുകയാണ്. അല്ലാഹുവേ, ഹൗലുങ്കരയിൽ നിന്ന് ഒതുപെടുക്കുന്ന സമയത്ത് പോലും നിറമങ്ങ് മാറുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ഒതുപെടുക്കുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനവറുകൾ പറയുന്നു, എന്തിനാ ഒതുപെടുക്കുന്ന സമയത്ത് കരയുന്നതെന്നറിയോ? ഈ ഒതുപെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. എന്നെ പടച്ച റബ്ബിനെ കാണുന്നതിന് വേണ്ടിയാ ഞാൻ ഒതുപെടുക്കുന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ കരയാതിരിക്കുക? പടച്ചവനെ, ഒതുപെടുക്കുമ്പോഴേ കരയണം ചെറുപ്പക്കാരാ. കാരണം നിന്റെ പാപങ്ങൾ ആ സമയത്ത് പൊറുക്കുന്ന സമയമാ. കരഞ്ഞുകൊണ്ട് ഒതുപെടുത്തിട്ട് പള്ളിക്കകത്ത് കയറുകയാണ്. പടച്ചവനെ, കാമത്ത് കൊടുത്തു, നമസ്കരിക്കാൻ ഇമാമ് വന്നു നിന്നു, എല്ലാവരും സഫ് കെട്ടി നിന്നു. അതാ കൈകെട്ടുന്നതിന് തൊട്ട് മുമ്പ്, കൈകെട്ടുന്നതിന് തൊട്ട് മുമ്പ് പടച്ചവനെ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? കണ്ണ് തുറന്നു നോക്ക് ചെറുപ്പക്കാരാ. കണ്ണിന്റെ മുന്നിൽ കാണേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ കഅബാലയമുണ്ടല്ലോ. പടച്ചവന്റെ കഅബാലയം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം. ആ കറുത്ത കഅബാലയം പടച്ചവരെ, ആ കഅബാലയത്തെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ആ കഅബ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നിസ്കരിക്കുന്നവനെ പോലെ പടച്ചവനെ, നീ നിന്റെ കണ്ണുകൊണ്ട് കഅബാലയം കാണണം. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. നാളെ സുബഹി നമസ്കരിക്കുന്ന ഓരോ മനുഷ്യനും തന്റെ തലയുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. ഒരു മനുഷ്യൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഒരാള് നിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പെട്ടെന്ന് നിസ്കരിക്കടാ. ആരാ പുറകിൽ കാത്തു നിൽക്കുന്നതെന്നറിയുവോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ പുറകിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. എന്തിനെന്നറിയുവോ? നിന്നെ കൊണ്ടുപോകാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പോകാ സമയമായി. പെട്ടെന്ന് നിസ്കരിക്കെന്ന് പറഞ്ഞിട്ട് അസ്റായീൽ നിന്റെ തൊട്ടു പുറകിൽ നിന്നെ കൊണ്ടുപോകാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗമാണ് കാണേണ്ടത്, അല്ലാഹുവിന്റെ സ്വർഗമാണ് കാണേണ്ടത്. ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോ കാണേണ്ടത് അല്ലാഹുവിന്റെ നരകമാ. ചിന്തിക്കണമല്ലോ, ഈ നമസ്കാരം ശരിയായ ഈ സ്വർഗം എനിക്കുള്ളതാ. ഈ നമസ്കാരം ശരിയായില്ലെങ്കിൽ എന്റെ കിടക്കുന്ന വീട് ഈ നരകമാ. പടച്ചവനെ, അതാ മഹാനബികൾ അഞ്ചാമതായി പറയുകയാണ്, നാളത്തെ സുബഹി നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യമാ. സലാം വീട്ടിക്കടിഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ് പറയാ നീ ഇല്ലടാ ചെറുപ്പക്കാരാ. പിന്നെ നിനക്കൊരു അൽഹംദുലില്ലാ പറയാ സമയമില്ലോ. ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം ഈ നമസ്കാരമാണെന്നുള്ള ബോധത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ച അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ കരയും. മോനെ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കേണ്ടത് എങ്ങനെയാ? അതുകൊണ്ട് നമസ്കാരം അലംഭാവത്തോട് കാണുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ, കണ്ണിന്റെ മുന്നിലൂടെ ജനങ്ങളതാ പ്രായമുള്ളവര് പള്ളിയിൽ പോകുന്നത് കണ്ടാൽ കേറില്ലല്ലോ. മോനെ, ആരോടാ വാശി കാണിക്കുന്നത്? ആരോടാ വാശി കാണിക്കുന്നത്? മലക്കുൽ മൗത്ത് അസ്റായീൽ തളർന്നു വീഴുകയാ.
കൈകാലുകൾ വിറയ്ക്കുകയാണ്. പടച്ചവനെ ഈ ഭയാനകമായ രൂപം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്ത് രൂപമാണ് ഇസ്രായീൽ? വല്ലാത്ത ദുർഗന്ധമടിക്കുന്നല്ലോ. നിന്നെ കണ്ടിട്ട് പേടി തോന്നുന്നു ഇസ്രായീലേ. ഈ കിടക്കുന്നത് കാഫിറല്ല, മുസ്ലിമാ. ഈ ചെറുപ്പക്കാരൻ മുസ്ലിമാണല്ലോ. എന്തിനാ നീ ഈ രൂപത്തിൽ ഇറങ്ങി വന്നത്? നിനക്കൊന്ന് നല്ലതുപോലെ വന്നുകൂടെ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ, ഈ വൃത്തികെട്ടവന്റെ അടുക്കൽ നിൽക്കല്ലേ. ഇറങ്ങിപ്പോ നബിയേ, ഇറങ്ങിപ്പോ നബിയേ. ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല, ഇവനോടൊരു പരിഗണനയുമില്ല. എന്റെ പ്രിയമുള്ളവര്, മലക്കുൽ മൗത്ത് പോലും അവിടെ നിന്ന് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നന്നാകടാ പൊന്നുമോന്. എന്റെ സംഘാരകൾ ഉൾപ്പെടെ എല്ലാവരോടും പറയുകയാ, 5 വഖത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കല്ലേ. അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ, അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ. പടച്ചവനെ, ഇന്ന് വാഴ്തിന് വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാ. കാരണം എവിടെന്നാ വരുന്നതെന്നറിയോ? ഇന്ന് വാഴ്തിന് വരുന്നതിന് മുമ്പ് പടച്ചവനെ, എന്റെ പ്രിയ സുഹൃത്ത് റഫീഖ്, പടച്ചവനെ, അവരുടെ നാട്ടിൽ 2 ദിവസം മുമ്പ് ഒരു കുടുംബത്തിലെ 3 മക്കൾ ഒരുമിച്ചങ്ങ് മരണപ്പെട്ടു പോയല്ലോ. 2 മക്കളും ഒരു പെൺകുട്ടിയും, ആകെയുണ്ടായിരുന്ന 3 മക്കളും പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി മരിച്ചു പോയല്ലോ. അല്ലാഹുവേ, ആ മരിച്ച വീട് കണ്ടിട്ടാ വരുന്നത്, ആ മരിച്ച വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാ വരുന്നത്. പടച്ചവനെ, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇങ്ങനെ ഇരുന്ന് കരയുന്ന ഉസ്താദേ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്തല്ലോ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ, 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ നിങ്ങള്? 3 ശുഹദാക്കളെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ. എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ, മരിക്കുന്നത് വരെ ജീവിക്കണമല്ലോ, മരിക്കുന്ന കാലം വരെ ഇങ്ങനെ ജീവിക്കണമല്ലോ. 3 മക്കളുടെ മയ്യത്ത് ഒറ്റ ദിവസം കണ്ട വാപ്പയാ. അല്ലാഹുവേ, പടച്ചവരെ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. മോനെ, ഇത്രയേ ഉള്ളടാ ജീവിതത്തിന്റെ വില. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല പൊന്നുമോനെ. നിന്റെ ജീവിതത്തിൽ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ലോ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോ എവിടെ വെച്ച് വന്നാലും അവസാനത്തെ വഖത്തും നിസ്കരിച്ചിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പടച്ചവനെ, ഞാനൊരു മനുഷ്യനെ പറഞ്ഞു തരാ. നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു തരാ. പടച്ചവനെ, വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുകയാണ്. പടച്ചവനെ, പതിവില്ലാതെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നു. മക്കള് ചോദിച്ചു, എന്തിനാ വാപ്പാ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നത്? അല്ലാ, വാപ്പ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും. കല്യാണ വീടിന്റെ കല്യാണം വരുമ്പോ വീട് വൃത്തിയാക്കുന്നത് പോലെ വീടിന്റെ പരിസരം മുഴുവനും വൃത്തിയാക്കുകയാ. അവസാനം അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും. അല്ലാഹുവേ, അന്ന് വൈകുന്നേര സമയമെത്തിയപ്പോ ഭാര്യയോട് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ, എന്നെ നീ ഒന്ന് കുളിപ്പിക്കുവോ, എന്നെ നീ ഒന്ന് കുളിപ്പിക്കുവോ. അവസാനം ഭാര്യ കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇനി ഒരിക്കലും നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, അവിടെ നിന്ന് കുളിച്ചു, ഭാര്യ ഭർത്താവിനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒതുവെടുത്തിട്ട് നമുക്ക് നിസ്കരിക്കാം. ഭാര്യയും ഭർത്താവും കൂടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ടല്ലോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ,
എന്നെ മരിക്കുന്ന ദിവസം നിസ്കരിക്കണമെന്ന് വല്ലാത്ത മോഹമായിരുന്നു. അല്ലാഹു എനിക്കതിനുള്ള ഭാഗ്യം തന്നല്ലോ എന്ന് യാത്രയും പറഞ്ഞിട്ട് കിടന്നതാ. എന്റെ പ്രിയമുള്ളവര്, അവസാന പടച്ചറപ്പിന്റെ തീരുമാനത്തിന്റെ മുന്നിലങ്ങ് യാത്രയായപ്പോ ആരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയുവോ? പാറന്നൂർ ഉസ്താദിന്റെ ചരിത്രമാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, മോനെ, മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഇന്നലെ പള്ളിയിലേക്ക് ജുമയ്ക്ക് പോകുമ്പോ പടച്ചവനെ, രണ്ട് ചെറുപ്പക്കാര് പാണ്ടിലൂരിയുടെ അടിയിൽ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി രണ്ട് മക്കളാട്. പടച്ചവരെ, മോനെ അവസാനം കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് മരിക്കുമ്പോ അല്ലാഹുവേ, കണ്ടവര് മുഴുവനും ഓടുകയാണ്. ലോറിയുടെ ഡ്രൈവർ വിളിച്ചു കൂവിക്കൊണ്ടാ ഓടുന്നത്. അവസാനം ഫയർഫോഴ്സ് വന്നിട്ട് പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ നിന്ന് മയ്യത്തെടുക്കുമ്പോ, ചെറുപ്പക്കാരാ, ജീവിതത്തിന് വില ഇത്രയേ ഉള്ള പൊന്നുമോന്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ. ഏത് സമയത്ത് എവിടെ വെച്ച് വന്നാൽ സമ്മാന പൊതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങണം മോനെ. അർഹമുറഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കടേ തമ്പുരാന്. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. സംഘാടകരുടെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഓടേണ്ടവർക്ക് ഓടാ, ഇപ്പോഴല്ലേ ഓടാൻ പറ്റൂ. മലക്കുൽ മൗത്ത് വന്നാൽ എവിടെയോടാരാ? ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ, ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ, മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുമോ? നല്ല ഒരു സദക്ക കൊടുക്കാൻ കഴിയുമോ? സദക്ക ഇടുന്ന സമയത്ത് പറയണമല്ലാ, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട്, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുപെടുത്തിട്ട് നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ. ഒരു നിയത്തോടെ ഒരു നല്ല സദഖ എടുത്തു. അല്ലാഹുവേ, റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവർക്ക് റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാഹ്. ഈ അവരിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.